വളരെ നാളുകളായിട്ട് കഷ്ടപ്പെട്ട് യൂട്യൂബിൽ വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്ത് ഈ 4000 അവേഴ്സും 1000 സബ്സ്ക്രൈബേഴ്സും കംപ്ലീറ്റ് ചെയ്ത് മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്യും. പക്ഷേ യൂട്യൂബ് മോണിറ്റൈസേഷൻ തരത്തില്ല, മോണിറ്റൈസേഷൻ റിജക്ട് ചെയ്യും. കാരണം ഇതായിരിക്കും റീയൂസ്ഡ് കണ്ടന്റ് അല്ലെങ്കിൽ റിപ്പീറ്റേറ്റീവ് കണ്ടന്റ്. ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് മോണിറ്റൈസേഷൻ റിജക്ട് ചെയ്യും. മറ്റൊരു കേസ് മോണിറ്റൈസേഷൻ കിട്ടും, പക്ഷേ കുറച്ച് ദിവസം കഴിയുന്നതുകൊണ്ട് ഇതേ പ്രശ്നം വന്ന് യൂട്യൂബ് മോണിറ്റൈസേഷൻ സസ്പെൻഡ് ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒരുമാതിരിപ്പെട്ട ക്രിയേറ്റേഴ്സ് ഒക്കെ തന്നെ ഫേസ് ചെയ്യുന്നുണ്ട്. മോണിറ്റൈസ് ആയതിനു ശേഷം ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് മാറും. കാരണം ചിലപ്പോൾ നമ്മൾ ഓരോ മാസവും യൂട്യൂബിൽ നിന്നുള്ള വരുമാനം കൊണ്ടായിരിക്കുമല്ലോ നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകുന്നത്. അപ്പൊ അവിടേക്ക് ഈ റീയൂസ്ഡ് കണ്ടന്റ് എന്ന് പറയുന്ന ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ കുറെ മാസങ്ങളോളം പിന്നെ യൂട്യൂബിൽ നിന്നുള്ള ഏണിങ്സ് നമുക്ക് ഉണ്ടാകത്തില്ല. നമ്മുടെ ചാനലിന്റെ മോണിറ്റൈസേഷൻ യൂട്യൂബ് സസ്പെൻഡ് ചെയ്ത് കളയും. ഇങ്ങനൊരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിനെ നമ്മൾ ഫേസ് ചെയ്യേണ്ടത്, എങ്ങനെ അതിനെ സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും? ഇപ്പൊ റീയൂസ്ഡ് കണ്ടന്റിന്റെ ഇഷ്യൂ വന്ന് മോണിറ്റൈസേഷൻ റിജക്ട് ആയി കഴിഞ്ഞാൽ 90 ഡേയ്സ് വെയിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ റീഅപ്ലൈ ചെയ്യാൻ പറ്റൂ. ഇങ്ങനെ റീഅപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഇതേ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ എത്ര ദിവസം കൂടെ വെയിറ്റ് ചെയ്യണം, എങ്ങനെയാണ് വീണ്ടും മോണിറ്റൈസേഷന് വേണ്ടി റീഅപ്ലൈ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആളുകൾക്ക് വലിയ പിടിയില്ലാത്ത കാര്യമാണ്. ഇതിനെക്കുറിച്ചൊന്നും യൂട്യൂബിലൊന്നും അധികം വീഡിയോകളില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ ഒരു റീയൂസ്ഡ് കണ്ടന്റുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നത്, എന്തൊക്കെയാണ് ഇതിന്റെ സ്റ്റെപ്സ്, എല്ലാ കാര്യങ്ങളും വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. വീഡിയോ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഒപ്പം തന്നെ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയറോട് ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാ കമന്റുകൾക്കും റിപ്ലൈ കിട്ടുന്നതാണ്. ആ വീഡിയോയുടെ ഇടയ്ക്ക് ഞാൻ ഒരു ചെറിയ പ്രൊമോഷൻ നടത്തുകയാണ്. ഇത് ഫ്ലോ മാട്രസ് ആണ്. നടുവേദന, പുറവേദന ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒരു ഓർത്തോ മാട്രസ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് സാധിക്കും. അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മാട്രസുകളിൽ ഒരെണ്ണമാണ് ഫ്ലോ മാട്രസ് എന്ന് പറയുന്നത്. ഇതിന് 2 ലെയറുകളാണുള്ളത്. ഈ മാട്രസിന്റെ മറ്റൊരു പ്രത്യേകത, ഇതിന്റെ ഔട്ടർ കവർ അലോവേര ട്രീറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കും. പിന്നെ ഈ മാട്രസിൽ കിടക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും, വേർക്കൊന്നുമില്ല, നല്ല കൂൾ ആയിട്ടുള്ള ഒരു ഫീൽ ആയിരിക്കും ഈ മാട്രസിൽ കിടക്കുന്ന സമയത്ത് കിട്ടുക. ഇനി ഈ മാട്രസിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യം ഞാൻ നോട്ട് ചെയ്തത്, മോഷൻ ട്രാൻസ്ഫർ ഇത് വളരെ നല്ല രീതിയിൽ ഐസൊലേറ്റ് ചെയ്യും. അതായത് നമ്മുടെ അടുത്ത് കിടക്കുന്ന ആൾ കുത്തി മറിയുകയോ ചാടി മറിയുകയോ എന്ത് ചെയ്യുന്നു പറഞ്ഞാലും ഒരു ഡിസ്റ്റർബൻസും നമുക്ക് ഉണ്ടാകത്തില്ല. അതിനോടൊപ്പം ഈ മാട്രസ് ഉപയോഗിച്ചപ്പോൾ മറ്റു കാര്യം കൂടെ ഞാൻ നോട്ട് ചെയ്തത്, ഇതിന്റെ ഔട്ടർ കവർ നമുക്ക് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. ഊരിയെടുത്ത് വാഷബിൾ ആയിട്ടുള്ള ഔട്ടർ കവർ ആണ് ഇതിൽ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചെളിയാകുകയോ വെള്ളം വീഴുകയോ അഴുക്കാകുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഊരി ക്ലീൻ ചെയ്ത് വീണ്ടും നമുക്ക് ഇതിൽ ഇടാനായിട്ട് പറ്റും. അപ്പൊ ഇങ്ങനെ ഒരു ഓർത്തോ മാട്രസ് ഉപയോഗിക്കുന്നതിനുള്ള 2 ഗുണങ്ങൾ ഞാൻ മനസ്സിലാക്കിയത്, ഒന്ന് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും, രണ്ടാമത് ബാക്ക് പെയിൻ പോലെയുള്ള പ്രശ്നങ്ങൾ ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കി നിർത്താൻ പറ്റും. ഇനി ഫ്ലോ മാട്രസ് ആണ് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ ചില ഗുണങ്ങളുണ്ട്, അതോടെ പറഞ്ഞുതരാം. 100 ഡേയ്സിന്റെ ഫ്രീ ട്രയൽ ഇതിന് ലഭിക്കുന്നുണ്ട്. നിങ്ങൾ ഈ 100 ദിവസത്തിനുള്ളിൽ ഈ മാട്രസ് ഉപയോഗിച്ച് ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുത്ത ഫുൾ എമൗണ്ട് നിങ്ങൾക്ക് റീഫണ്ട് ആയിട്ട് കിട്ടും. അതേപോലെ തന്നെ 10 ഇയർ വാറന്റിയും ബ്രാൻഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിനേക്കാൾ എല്ലാം മികച്ചതായിട്ട് തോന്നിയത് അഫോർഡബിൾ പ്രൈസിൽ നിങ്ങൾക്ക് ഈ ഒരു മാട്രസ് വാങ്ങാനായിട്ട് സാധിക്കും. ഫ്ലോ മാട്രസിന്റെ ഒഫീഷ്യൽ സൈറ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഏത് സൈസിലുള്ള മാട്രസും കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിനുള്ളത് വാങ്ങാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഒരു മാട്രസ് വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ മറക്കാതെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. മോണിറ്റൈസേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ, എല്ലാ ചാനലുകളും തുടങ്ങുന്നത് എന്തിനാണ്? ഇത് എങ്ങനെങ്കിലും 4000 അവേഴ്സ് 1000 സബ്സ്ക്രൈബേഴ്സിൽ എത്തിച്ചിട്ട് ഇത് മോണിറ്റൈസ് ചെയ്യാനുള്ള ഒറ്റ ഉദ്ദേശത്തിലായിരിക്കും മിക്ക ആളുകളും, അല്ലെ എല്ലാവരും അങ്ങനെ തന്നെയാണ്. കാരണം പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ യൂട്യൂബിൽ ഇരുന്ന് കഷ്ടപ്പെട്ട് വീഡിയോകൾ ചെയ്യുന്നത്. അപ്പം ഈ പൈസ ഉണ്ടാക്കാവുന്ന സിസ്റ്റം മൊത്തത്തിൽ അങ്ങ് ഒറ്റയടിക്ക് സ്റ്റോപ്പായി പോകുന്ന ഒരു പ്രശ്നമാണ് ഈ റീയൂസ്ഡ് കണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പ്രശ്നം യൂട്യൂബിൽ ഉണ്ടാവുന്നുള്ള കാര്യത്തെക്കുറിച്ച് എല്ലാവർക്കും വലിയ പിടിയുണ്ടായിരിക്കണമെന്നില്ല. ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായതിനു ശേഷമായിരിക്കും ഈ പ്രശ്നത്തിന്റെ പുറകെ ആളുകൾ പോകാറുള്ളത്. അപ്പൊ എന്താണ് റീയൂസ്ഡ് കണ്ടന്റ് എന്ന് ചുരുങ്ങിയ വാക്കിൽ പറയാം. ഇതിനെക്കുറിച്ച് ഞാൻ ഒരുപാട് വീഡിയോകളിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അതായത് റീയൂസ്ഡ് കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തന്നെ കണ്ടന്റ് ആണെങ്കിൽ പോലും നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ യൂട്യൂബ് റീയൂസ്ഡ് അല്ലെങ്കിൽ റിപ്പീറ്റേറ്റീവ് കണ്ടന്റ് എന്നാണ് കാണുന്നത്. അപ്പം നമ്മൾ വേറൊരാൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ അതേപോലെ ഒരു ചേഞ്ചസും ഇല്ലാതെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് റീയൂസ്ഡ് കണ്ടന്റ് ആണ്. അതായത് നമ്മൾ അല്ലാത്ത കണ്ടന്റുകൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത് നമ്മൾ വീണ്ടും എടുത്ത് നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണ് റീയൂസ്ഡ് കണ്ടന്റ് എന്ന് പറയുന്നത്. ഈ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ യൂട്യൂബ് ചാനൽ ടെർമിനേറ്റ് ചെയ്യുകയൊന്നും അല്ല ചെയ്യുന്നത്, അവർ മോണിറ്റൈസേഷൻ ഡിസേബിൾ ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുന്നത് 2 സ്റ്റേജിലാണ്. ഒന്ന്, മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ഒരു കാര്യം യൂട്യൂബ് ഡിറ്റക്ട് ചെയ്യും, നിങ്ങളുടെ ചാനൽ റീയൂസ്ഡ് കണ്ടന്റ് ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ തരാൻ പറ്റത്തില്ല, നിങ്ങളുടെ മോണിറ്റൈസേഷൻ റിജക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞൊരു മെയിലായിരിക്കും വരുന്നത്. ഇനി നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആണ്, പഴയ ചാനലാണ്, കുറെ നാളുകളായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു, അതിൽ നിന്ന് കുറെ നാളുകളായിട്ട് പൈസ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ ഏത് സമയത്തും ഇങ്ങനെ ഒരു ഇഷ്യൂ നിങ്ങളുടെ ചാനലിൽ ഉണ്ടാകാം. റീയൂസ്ഡ് കണ്ടന്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ റീയൂസ്ഡ് കണ്ടന്റ് ഇഷ്യൂ ഉണ്ടാകാം. ഇനി നിങ്ങളുടെ ചാനൽ റീയൂസ്ഡ് കണ്ടന്റ് അപ്ലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പോലും ഈ റീയൂസ്ഡ് കണ്ടന്റ് എന്നും പറഞ്ഞൊരു പ്രശ്നം നിങ്ങളുടെ ചാനലിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇതിന്റെ പല സ്റ്റേജുകളാണ്. ഏതൊക്കെ സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് നമ്മൾ ഈ റീയൂസ്ഡ് കണ്ടന്റ് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അതിനെ മാനേജ് ചെയ്യേണ്ടതെന്ന് പറയാം. ഇപ്പം നിങ്ങളുടെ മോണിറ്റൈസ്ഡ് ആയിട്ടുള്ള ഒരു ചാനലാണ്, നിങ്ങളുടെ ചാനൽ പെട്ടെന്ന് ഇതേപോലെ റീയൂസ്ഡ് കണ്ടന്റ് ഇഷ്യൂ വന്ന് മോണിറ്റൈസേഷൻ സസ്പെൻഡ് ആയി എന്ന് വിചാരിക്കുക. ഈ സസ്പെൻഡ് ആയി കഴിഞ്ഞ് 21 ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് അപ്പീൽ ചെയ്യാനുള്ള ഒരു സൗകര്യം കിട്ടും. അതായത് മോണിറ്റൈസേഷൻ പോയി 21 ഡേയ്സിനുള്ളിൽ അപ്പീൽ ചെയ്യാൻ പറ്റും. ഇപ്പൊ വീഡിയോ അപ്പീൽ ചെയ്യാനൊക്കെയുള്ള പല ഓപ്ഷൻസ് യൂട്യൂബിൽ വന്നിട്ടുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ യൂട്യൂബ് ടീമിനെ കോൺടാക്ട് ചെയ്തിട്ട് അവരുടെ ത്രൂ നിങ്ങൾക്ക് ഈ ഒരു അപ്പീൽ ചെയ്യാനായിട്ട് സാധിക്കും.
സാധിക്കും. വിത്തിൻ 14 ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് റെസ്പോൺസ് വരും വിത്ത് ഡിസിഷൻ. എന്താണ് ഡിസിഷൻ? മോണിറ്റൈസേഷൻ റിജക്റ്റ് ആയോ അതോ മോണിറ്റൈസേഷൻ തിരിച്ചു കിട്ടിയോ എന്താണെന്നുള്ള ഡിസിഷനോടൊപ്പം ഈ 14 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് കാര്യം അറിയാൻ പറ്റും. അപ്പോൾ ഇവിടെ അപ്പീൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അപ്പീൽ ചെയ്യുന്നത് ഒരു ഫേക്ക് അപ്പീൽ ആണെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ ചാനലിൽ നിങ്ങൾ റീയൂസ്ഡ് കണ്ടന്റ് യൂസ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് റീയൂസ്ഡ് കണ്ടന്റ് ഉണ്ട്, അതിനുശേഷവും അത് റീയൂസ്ഡ് കണ്ടന്റ് അല്ല എന്നും പറഞ്ഞ് നമ്മൾ യൂട്യൂബ് ടീമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ ഒരു പ്രോബ്ലം സോൾവ് ആകത്തില്ല. അവർ വീണ്ടും ഈ ഒരു അപ്പീൽ റിജക്ട് ചെയ്യും. ഇനി നിങ്ങളുടെ ചാനൽ റീയൂസ്ഡ് കണ്ടന്റ് ഇല്ല, ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നത് യൂട്യൂബിന്റെ സൈഡിൽ നിന്നുള്ള പ്രശ്നം കൊണ്ടാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പീൽ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് ടീം അത് ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ കൊടുത്ത അപ്പീൽ സക്സസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉടൻ തന്നെ നിങ്ങളുടെ മോണിറ്റൈസേഷൻ തിരിച്ചു കിട്ടും. പക്ഷേ യൂട്യൂബ് അവരുടെ പോളിസിയിൽ എഴുതിയിരിക്കുന്നത് വിത്തിൻ 30 ഡേയ്സിനുള്ളിലായിരിക്കും മോണിറ്റൈസേഷൻ കിട്ടുന്നതെന്നാണ്. പക്ഷേ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു അപ്പീൽ ആവുകയാണെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ നിങ്ങളുടെ മോണിറ്റൈസേഷൻ തിരിച്ചു കിട്ടും. അപ്പൊ അത് അവിടെ കൊണ്ട് പ്രശ്നം സോൾവ് ആയി. ഇനി ഈ അപ്പീൽ സക്സസ്ഫുൾ ആയില്ല എന്നുണ്ടെങ്കിൽ, റിജക്ട് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ 90 ഡേയ്സ് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. 90 ഡേയ്സിന് ശേഷം മാത്രമേ നമുക്ക് മോണിറ്റൈസേഷന് വേണ്ടി റീ അപ്ലൈ ചെയ്യാൻ പറ്റൂ. അപ്പൊ ഈ ഒരു 90 ഡേയ്സിന്റെ പീരീഡിൽ നമ്മുടെ ചാനലിലുള്ള റീയൂസ്ഡ് കണ്ടന്റുകൾ മൊത്തം നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയേണ്ടതായിട്ട് വരും. അതിനുശേഷം നമുക്ക് 90 ഡേയ്സിന് ശേഷം റീ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അവിടെ നിന്ന് നമുക്ക് റീ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇത് ഫോളോ ചെയ്താണ് നമ്മൾ ഈ റീയൂസ്ഡ് കണ്ടന്റ് ഇഷ്യൂ വരികയാണെങ്കിൽ അതിനെ സോൾവ് ചെയ്യുന്നത്. അപ്പൊ ഇതൊരു കേസ് ഇങ്ങനെ ഉണ്ടാവും. ഇനി മറ്റൊരു കേസിൽ ചില ചാനലുകളിൽ യൂട്യൂബ് റീയൂസ്ഡ് കണ്ടന്റ് കൊടുത്ത് സസ്പെൻഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇവരൊരു ഷെഡ്യൂൾ ടു സസ്പെൻഡ് മെയിൽ ഇപ്പൊ വരുന്നുണ്ട്. അതായത് നിങ്ങളുടെ ചാനലിന്റെ മോണിറ്റൈസേഷൻ ഇന്ന മാസം ഇന്ന ടൈമിൽ സസ്പെൻഡ് ആവും എന്ന് പറഞ്ഞൊരു മെയിൽ വരും. അപ്പൊ നമുക്ക് നേരത്തെ അറിയാൻ പറ്റും റീയൂസ്ഡ് കണ്ടന്റ് ഇഷ്യൂ കാരണം നമ്മുടെ ചാനലിന്റെ മോണിറ്റൈസേഷൻ പോകാൻ പോവുകയാണ് എന്ന് മനസ്സിലാവും. അപ്പൊ ഈ ഒരു ഡേറ്റ് ഉണ്ടല്ലോ, ഇവർ തരുന്ന ഒരു ഡേറ്റ്, ഇപ്പം ഡിസംബർ ആണ്, ഡിസംബർ 30-നുള്ളിൽ നിങ്ങളുടെ ചാനലിന്റെ മോണിറ്റൈസേഷൻ സസ്പെൻഡ് ആവുമെന്ന് പറഞ്ഞൊരു മെയിൽ വരികയാണെന്നുണ്ടെങ്കിൽ അതിനൊരു 7 ദിവസം മുമ്പ് നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് അപ്പീൽ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നമ്മുടെ ചാനലിന്റെ മോണിറ്റൈസേഷൻ പോയില്ല, അതിന് മുമ്പ് നമുക്ക് അപ്പീൽ ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ഒരു മെയിൽ നിങ്ങൾക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, അപ്പൊ ഈ അഡ്വാൻസ് അപ്പീലിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ആദ്യം ചെയ്ത് അതേ പ്രോസസ്സിംഗ് തന്നെ ചെയ്യണം. നമ്മൾ അപ്പീൽ ചെയ്യണം, വീഡിയോ അപ്പീൽ തന്നെ ചെയ്യാൻ പറ്റും. നമുക്ക് യൂട്യൂബ് ടീമിനെ പറഞ്ഞ് മനസ്സിലാക്കണം, ഇത് എന്റെ കോണ്ടന്റുകൾ മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്, ഇതിൽ റീയൂസ്ഡ് കണ്ടന്റ് ഇഷ്യൂസ് ഒന്നും ഇല്ല എന്നുള്ള കാര്യം നമ്മൾ പ്രോപ്പർ ആയിട്ട് അവരെ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത 14 ദിവസം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതേപോലെ തന്നെ നമ്മുടെ മോണിറ്റൈസേഷൻ സസ്പെൻഡ് ആകുന്ന ആ ഒരു പ്രോസസ്സിംഗ് അവരെ പോസ് ചെയ്യുകയും ചെയ്യും. അപ്പൊ ആ 14 ദിവസം വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വിത്ത് ഡിസിഷൻ യൂട്യൂബ് ടീം നമ്മളെ കോൺടാക്ട് ചെയ്യും. അപ്പൊ അവര് അവിടെ ഒരു തീരുമാനമായിട്ടായിരിക്കും വരുന്നത്. ഒന്നുകിൽ റിജക്ട് ആയി, അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മോണിറ്റൈസേഷൻ തിരിച്ചു കിട്ടി, ഇങ്ങനെ ഒരു തീരുമാനമായിരിക്കും ഉണ്ടാവുക. അപ്പീൽ സക്സസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ മോണിറ്റൈസേഷൻ തിരിച്ചു കിട്ടും. അപ്പീൽ സക്സസ്ഫുൾ അല്ല എന്നുണ്ടെങ്കിൽ മോണിറ്റൈസേഷൻ അവിടെ സസ്പെൻഡ് ആവും. സസ്പെൻഡ് ആയി കഴിയുന്നുണ്ടെങ്കിൽ വീണ്ടും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 90 ഡേയ്സ് വീണ്ടും വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതിനുശേഷം വീണ്ടും റീ അപ്ലൈ ചെയ്യേണ്ടതായിട്ട്. ഓക്കെ, ഇനി നമ്മൾ ആദ്യം പറഞ്ഞ ഒരു പോയിന്റ്, 90 ഡേയ്സിൽ നമ്മൾ മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്തു, പക്ഷെങ്കിൽ മോണിറ്റൈസേഷൻ റിജക്ട് ആയി. അങ്ങനെ ഒരു കേസിൽ എന്താണ് അടുത്തതായിട്ട് ചെയ്യേണ്ടത്? വീണ്ടും നമ്മൾ 90 ഡേയ്സ് കൂടെ വെയിറ്റ് ചെയ്യണം. 90 ഡേയ്സ് വെയിറ്റ് ചെയ്ത് നമ്മൾ വീണ്ടും റീ അപ്ലൈ ചെയ്യണം. അപ്പോൾ ആ ഒരു ആദ്യം മോണിറ്റൈസേഷൻ നമ്മൾ അപ്ലൈ ചെയ്തു, അപ്പീൽ ചെയ്തു, റിജക്ട് ആയി, അതിനുശേഷം നമ്മൾ റീ അപ്ലൈ ചെയ്തു, അതിനുശേഷം വീണ്ടും ഇത് റിജക്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പീൽ ചെയ്യാനുള്ള ഓപ്ഷൻ വരുത്തില്ല, വീണ്ടും നേരെ 90 ഡേയ്സ് വെയിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അന്നേരവും ഇതേ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ വീണ്ടും 90 ഡേയ്സ് വെയിറ്റ് ചെയ്യുക. മനസ്സിലായോ? പിന്നെ 90 ഡേയ്സ് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് മുമ്പോട്ട് പോകേണ്ടതായിട്ട് വരും. അപ്പം ആരുടെയെങ്കിലും ചാനലിൽ ഇതേപോലെ ഒരു ഇഷ്യൂ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ, ഇനി റീയൂസ്ഡ് കണ്ടന്റ് നിങ്ങളുടെ ചാനലിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം മാക്സിമം ഇങ്ങനെയുള്ള കണ്ടന്റുകൾ മൊത്തം ഡിലീറ്റ് ചെയ്ത് കളയാം. നമുക്ക് ഓരോ കണ്ടന്റ്, ഇന്ന കണ്ടന്റ് റീയൂസ്ഡ് കണ്ടന്റ് ആണെന്ന് പറഞ്ഞ് യൂട്യൂബ് നമുക്ക് നോട്ടിഫിക്കേഷൻ തരത്തില്ല. ഇന്ന കണ്ടന്റ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ തിരിച്ചിട്ട്, അങ്ങനെയല്ല ഈ ഒരു ഇഷ്യൂ ഉണ്ടാകുന്നത്. നമ്മുടെ ചാനലിൽ ഏതെങ്കിലുമൊക്കെ വീഡിയോകളായിരിക്കും യൂട്യൂബിന്റെ ആ ഒരു സിസ്റ്റം ഡിറ്റക്ട് ചെയ്തിരിക്കുന്നത്. ആ വീഡിയോകൾ ഏതാണെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പം നമുക്ക് തോന്നുന്ന വീഡിയോകൾ, ഇന്ന വീഡിയോകളിലാണ് ഈ പ്രശ്നം എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്ന വീഡിയോകളെല്ലാം തന്നെ ഡിലീറ്റ് ചെയ്യുക. അതല്ലാതെ വേറെ ഒരു ഓപ്ഷനും ഇല്ല. അപ്പം അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനലിൽ ഈ റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്യാതിരിക്കുക. അപ്പൊ ഇങ്ങനെ ഒരു ഇഷ്യൂ ഒരുപാട് ക്രിയേറ്റേഴ്സ് ഫേസ് ചെയ്യുന്നുണ്ട്. എനിക്ക് തന്നെ ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ഈ ഒരു കാര്യം ചോദിക്കാറുണ്ട്, ചേട്ടാ ഇങ്ങനെ ഒരു പ്രശ്നം വന്നിനി എന്തോ ചെയ്യാൻ പറ്റും? ഇതിൽ ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, ഞാൻ ഈ പറഞ്ഞ സ്റ്റെപ്പുകളൊക്കെ ഫോളോ ചെയ്യുക. ഇതാണ് ഇതിന്റെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. അതിനുശേഷം റീയൂസ്ഡ് കണ്ടന്റുകളെല്ലാം ഡിലീറ്റ് ചെയ്യുക, റീ അപ്ലൈ ചെയ്യുക. അതല്ലാതെ ഒരു ഓപ്ഷനും ഈ ഒരു കാര്യത്തിൽ യൂട്യൂബിന്റെ സൈഡിൽ നിന്നില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഇതേപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.